എന്നാൽ പിണറായി, പിണറായി എന്നാൽ പാർട്ടി. ഈ ആപ്തവാക്യം ക്രമേണ CPMന്റെ ശൈലിയായി മാറിത്തുടങ്ങിയ കാലത്ത് മുഖ്യമന്ത്രി പദത്തിലേറിയ നേതാവ് 10 വർഷം തുടർച്ചയായി ഭരിച്ചു, പാർട്ടിയെയും മുന്നണിയെയും നയിച്ചു. ഇക്കാലയളവിൽ വന്ന ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പരാജയം ഏറ്റുവാങ്ങുമ്പോഴും അതൊന്നും തുടർഭരണത്തെ ബാധിക്കില്ല എന്ന ഉറച്ച ആത്മവിശ്വാസം പാർട്ടിക്കും ക്യാപ്റ്റനും ഒരുപോലെയായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് വേളയിലും വാരിക്കോരി നൽകുന്ന ക്ഷേമ വികസന പദ്ധതികൾ, കോവിഡ് കാലത്തെ കിറ്റും 6 മണി വാർത്താ സമ്മേളനവും രണ്ടാം ഭരണകാലത്ത് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടെങ്കിലും ജനം മുഖം തിരിച്ചു. ഒന്നും എന്നെ യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല, ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. ഭരണവിരുദ്ധതയ്ക്കപ്പുറം ജനങ്ങൾ തിരഞ്ഞുപിടിച്ചു തോൽപ്പിക്കുന്ന കാഴ്ച കണ്ട് നേതാക്കന്മാർ ഞെട്ടിവിറച്ചു. പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ച നേതാക്കന്മാരെ പരിഹസിച്ച് അവഗണിച്ചപ്പോൾ പാളയത്തിലെ പട തിരിച്ചറിയാൻ വൈകിയ പടനായകനായി മാറി. പ്രത്യയശാസ്ത്രത്തിലും ശൈലിക്കും വ്യതിചലനമുണ്ടായപ്പോൾ നേതാവിനൊപ്പം നേതൃത്വവും നിലകൊണ്ടു. തിരുത്താൻ ഒരു വേള പോലും തയ്യാറാകാതിരുന്ന പാർട്ടിയെ നേരിടാൻ ഒടുവിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. തുടർഭരണമുണ്ടായപ്പോൾ രണ്ടാം ഇടതുമുന്നണി എന്നതിനപ്പുറം രണ്ടാം പിണറായി എന്ന വിളിപ്പേര് സമ്മാനിച്ച പാർട്ടി നിലം പരിശാകുമ്പോൾ പാപഭാരം ഏറ്റെടുക്കേണ്ട പടനായകൻ നിശബ്ദനായി പടിയിറങ്ങുകയാണ്. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്.